അതെ, നീ അരുണിനെ ഫോൺ ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും ഇതാ ഇപ്പൊ വീട്ടിൽ എത്തണമെന്ന് പറയണം. ശരി അച്ഛാ. എന്തായാലും കരുതിയത് മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് നടക്കും. അരുൺ വരുന്നുണ്ട്. അരുൺ അവിടെ നിൽക്ക്. അരുൺ എന്ത് ഭാവിച്ച കുടുംബത്തെ ആകെ നാണം കെടുത്തി നീ അടങ്ങും അല്ലേ? ഐശ്വര്യ ഇവിടെ വാ. ഇവളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അരുണിനോടാ ഞാൻ ചോദിക്കുന്നത്. നീ താലി കെട്ടി കൊണ്ടുവന്ന ഐശ്വര്യ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. ഇല്ലെങ്കിൽ പഠിക്കണ്ട, പറയടാ. ഇതുപോലെ മനുഷ്യരെ ശല്യം ചെയ്ത് നടക്കുന്നവരെ വെട്ടി നുറുക്കി കടലിലൊഴുക്കണം. വിഷം കൊടുത്ത് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ ഒരുങ്ങിയ അന്ന് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാ അന്ന് ഞാനത് ചെയ്യാത്തത്. എനിക്കിപ്പോ ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടത്തോടെ താലി ചാർത്തിയ, എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ, ഞാൻ സ്നേഹിക്കുന്നൊരു ഭാര്യയുണ്ട്. എന്റെ മോൾക്കിനി അവളുടെ അച്ഛനെ വേണം. ആ സ്നേഹവും സംരക്ഷണവും വേണം. അല്ലാതെ ഇതുപോലൊരു അഹങ്കാരിയെ കൊന്നിട്ട് ജയിലിൽ പോയി അവസാനിപ്പിക്കാനുള്ള അല്ല എന്റെ ജീവിതം.